Hey guys, welcome back to my YouTube channel. Let's wander with me. വില്ലിംഗ്ടൺ ഐലൻഡിനടുത്തുള്ള സ്റ്റാർബക്സിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഞാനും എൻ്റെ കസിൻസായിട്ടാണ് പോയത്. ആൻജി, അഡർപ്പൻ, ആരോൺ, പിന്നെ സ്റ്റീവും. സ്റ്റാർബക്സിൽ ഇപ്പോൾ 50% ഓഫർ എടുക്കുന്നുണ്ട്. അപ്പോൾ സാറ്റർഡേ നൈറ്റ് ഞങ്ങൾ വീട്ടിലിങ്ങനെ ചുമ്മാ തമാശയൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് പുറത്ത് പോയാലെന്ന് തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റാർബക്സിൽ ഇപ്പോൾ 50% ഓഫർ ഉണ്ട്, നമുക്കൊന്ന് പോയി കറങ്ങിയിട്ട് വരാം. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ കപ്സിനും അവിടുത്തെ ബോട്ടിൽസിനൊക്കെ 50% ഓഫർ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ഡിഫറെൻറ്റ് വെറൈറ്റി ആയിട്ടുള്ള ഒരു ബോട്ടിൽ ഞങ്ങൾ കണ്ട്. ആ ബോട്ടിൽ ഒരാൾ കയ്യിൽ കിട്ടിയിട്ട് പിന്നെ വിടുന്നുണ്ടായിരുന്നില്ല ഗൈസ്. അത്ര മുലക്കുപ്പി അല്ല പാൽക്കുപ്പി. ടീയോ കോഫി? കടുപ്പം കൂട്ടി ഇങ്ങനെ അടിക്കാത്തൊരു ചായ, പഞ്ചാര കുറച്ച് മതിയേ. ഓക്കെ. കസിൻസായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടെന്നാണെന്നറിയില്ല ഇവരുടെ വയലിൽ നിന്ന് ഓരോ ഡയലോഗൊക്കെ വരുന്നത്. വളരെ കൃത്യമായിട്ട് ഇടേണ്ട സ്ഥാനത്ത് അവർ ഇട്ടിരിക്കും. പിന്നെ ആഡ്രപ്പിനോട് പറഞ്ഞാൽ പിന്നെ അവൻ അഭിനയിച്ച് തകർക്കും. അതാണ് ഇപ്പോൾ ഗൈസ് നിങ്ങൾ കണ്ടത്. പിന്നെ ഞങ്ങളുടെ ആൻജിയുടെയും ആരോൻ്റെയും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പുകൃത്തരങ്ങൾ ആൻഡ് കകൃത്തരങ്ങൾ. പിന്നെ ഞങ്ങൾ അവിടുത്തെ ഒരു മിറർ കണ്ടു, ഇഷ്ടപ്പെട്ടു, അതിൽ വീഡിയോ എടുത്തു. വളരെ നല്ല ആംബിയൻസ് ആണ് കേട്ടോ. സ്റ്റാർബക്സിലെ ആംബിയൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആഡ്രപ്പൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ഞങ്ങൾ ആ ബോട്ടിൽ അവനങ്ങ് വാങ്ങിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് അവിടെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫ്രാപ്പിച്ചിനോ, ക്യാപ്പിച്ചിനോ, കോഫി, മസാല ടീ ഞങ്ങൾ ഓർഡർ ചെയ്തു. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യുന്നത് കാണാനായിട്ടൊരു പ്രത്യേക ലുക്കാണ്. കാരണം അവർ ആ ഒരു ഇവൻ്റെ സൂക്കിയിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ എൻ്റെ പേരിൽ അവർ ആ ഗ്ലാസ്സിനകത്ത് എൻ്റെ പേരിൽ ഞാൻ ഓർഡർ ചെയ്ത ഡബിൾ ചോക്കോ ചിപ്പ് ഫ്രാപ്പിച്ചിനോ എനിക്ക് റെഡിയായി കിട്ടി. അവിടുത്തെ മെനു ഇസ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഐറ്റംസ് ഉണ്ട്. ക്യാപ്പിച്ചിനോ, ഫ്രാപ്പിച്ചിനോ, കാരമൽ ഫ്രാപ്പിച്ചിനോ, ഡബിൾ ചോക്ലേറ്റ് ഫ്രാപ്പിച്ചിനോ, കോൾഡ്, ഫ്രീസി ഉണ്ടായിരുന്നു. ബട്ട് അത് അവിടെ റൈറ്റ് നോ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ മേടിച്ചില്ല. പിന്നെ ഞങ്ങളൊരു കാരമൽ ഐസ്ക്രീമും കൂടെ ഓർഡർ ചെയ്തായിരുന്നു. കാരമൽ ഐസ്ക്രീം ഒരു കോഫിയുടെയൊക്കെ ഒരു ടേസ്റ്റാണ് തോന്നിയത്. ബട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരു കോഫി ഫ്ലേവർ ഉള്ളത് കൊണ്ടും അതൊരു അപ്പോൾ കഴിച്ചതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത് എല്ലാവർക്കും ഐസ്ക്രീമായിരുന്നു. പിന്നെ ആരോൺ ഒരു മസാല ടീ ആണ് ഓർഡർ ചെയ്തത്. വളരെ നല്ല അഭിപ്രായമായതുകൊണ്ട് മുഴുവൻ കുടിക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫ്രാപ്പിച്ചിനോ, കോൾഡ് കോഫി അതെല്ലാം ഓക്കെ ആയിരുന്നു. കാരണം 50% ഓഫർ ആയതുകൊണ്ട് 50% ഐസായിരുന്നു ഗൈസ്. പിന്നെ ഞങ്ങൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഫ്രാപ്പിച്ചിനൊക്കെ കുടിച്ച് കോഫിയും കുടിച്ച് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഞങ്ങൾ അവിടെ കുറച്ച് ഞങ്ങളുടെ പൊട്ടത്തരങ്ങളും തമാശയും ചിരിച്ചൊരു വഴിയായി. അതുപോലെ ഞങ്ങൾ അവിടെ കയറിയിരുന്നു. ഞങ്ങളുടെ ഈ ഡ്രസ്സിൻ്റെ കോലം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഹോംലെസ് ആണെന്ന്. പക്ഷെ ഞങ്ങൾ ഹോംലെസ് അല്ല. ആക്ച്വലി വീട്ടിലിങ്ങനെ ചുമ്മാ ഇരുന്നപ്പോൾ ഇറങ്ങി തിരിച്ചതാണ്. ഇവരാണെങ്കിൽ ആർക്കും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊന്നും ടൈം തന്നില്ല. നേരെ കയറി ഇരുന്ന് ഓടി. ഇപ്പോൾ ഞങ്ങൾ ആക്ച്വലി രാത്രി 1 മണി 1:30 ടൈമിലാണ് ഞങ്ങളിപ്പോൾ ഈ സ്റ്റാർബക്സിൽ നിൽക്കുന്നത്. ഡൈനിങ് 2 o'clock അവർ ക്ലോസ് ചെയ്യും. ഓൾമോസ്റ്റ് 2 മണിയാകാറായപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പരിപാടികൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത ആഴ്ച അടുത്ത വീഡിയോയുമായി ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.